കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരി വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ കൊല്ലം മയ്യനാട് സ്വദേശി അനിൽകുമാറാണ് ഏതാണ്ട് 22 കിലോയിൽ പരം വരുന്ന കഞ്ചാവാണ് കെട്ടുകളാക്കി ഒരു ബ്രീഫ് കേസിൽ കൊണ്ടുവന്നത്. ഇവിടുത്തെ കൊല്ലത്തെ ഈസ്റ്റിലെ പോലീസ് ഓഫീസറാണ് ഇത് പിടിച്ചിരിക്കുന്നത്. അവർക്ക് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ ഒരു ലഹരി വേട്ട നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ ആയിട്ട് കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ വഴിയും പ്ലെയിൻ വഴിയും വാഹനങ്ങൾ വഴിയൊക്കെ കേരളത്തിലേക്ക് ലഹരികൾ കടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ കട തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇവനെ പിടിച്ച് സംസാരിക്കുന്ന പോലീസുകാരൊക്കെ വന്ന് കൂളായിട്ട് നിൽക്കുകയാണോ? ഇത് ഒരു ഇങ്ങനെ ഒരു കുറ്റം ചെയ്തതായിട്ടുള്ള ലക്ഷണമൊന്നും ഭാവമൊന്നും മുഖത്തില്ല. അവനൊരു ഭാവനയില്ല. എന്തോ അവൻ കൂളായിട്ട് നിൽക്കുക. അവനൊരു പ്രശ്നവുമില്ല. അവനെന്താ പ്രശ്നം വരാനാ? അവൻ ചെറിയ പുഞ്ചിരിയോട് ധൈര്യമായിട്ട് നിൽക്കുക. ഇത്ര 2-2.5 കിലോ കഞ്ചാവ് പിടിച്ചു. 22 കിലോ 22 കിലോ ഇത്രയും കഞ്ചാവ് പിടിച്ചിട്ട് ലാസ്റ്റ് അവനെ അതും വെച്ചോണ്ട് ഒരു ഇതുമില്ല, ഒരു ചലനം പോലും ഇല്ല. അല്ല ഇവിടെ ആഴ്ചയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇതാണ് ആഴ്ചയിലല്ല, ഒരു മിക്കവാറും ഇതിനു മുമ്പ് ഇപ്പൊ ഈ ഒരു മാസത്തിനകം വെച്ചപ്പോ 2 ട്രിപ്പ് കണ്ടിപ്പോ ഇവിടെ കിട്ടി. സ്ഥിരം ഇതുവഴി കടത്തുണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വഴി. കൊല്ലത്തൊക്കെ എവിടുന്ന് വരുന്നൊന്നും നമുക്കറിയില്ല. ട്രെയിനല്ലേ, എവിടുന്നൊക്കെ കയറി വെച്ച് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതായിരിക്കും. അതില്ലേ നമുക്കറിയാലോ. പിന്നെ എന്തെങ്കിലും പോലീസുകാർ അവർക്ക് സംശയം തോന്നുമ്പോൾ പിടിച്ച് ചെക്ക് ചെയ്യുന്നു, സാധനം കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ അന്നേരം നമ്മൾ ശിക്ഷ കുറവായോണ്ടാണെന്നല്ലോ അവർ ഇത് ചെയ്യുന്നത്, ഈ ഇത്രയും വലിയ കുറ്റം. എന്നിട്ട് അവർക്ക് നിസ്സാരം. ഇതിപ്പോ ശിക്ഷ കുറവെന്ന് പറയുമ്പോ ഇവര് അവരുടെ പോലീസുകാരുടെ ജോലി അവര് ചെയ്യുന്നുണ്ട്. അവര് ഏത് പിന്നെ ഇത് കൊടുക്കാനുള്ള എത്തിക്കാനുള്ള സ്ഥലത്ത് എത്തിക്കുന്നുണ്ട്. പിന്നെ ശിക്ഷയൊക്കെ കൊടുക്കുന്ന കോടതി. ശിക്ഷ കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ കോടതിയില്ല. അത് കോടതിയുടെ തീരുമാനമില്ല. അത് പോലീസുകാർക്ക് സഹിക്കാൻ വല്ലതും ചെയ്യാനും ഒക്കത്തില്ല. അപ്പൊ നിയമത്തിന്റെ പഴുതുകളാണ് ഇത്ര ലഹരി കടത്ത് ചെയ്യുന്നത്. സാധനങ്ങൾ കൂടെ കിട്ടുന്നുണ്ട്. പോലീസുകാർക്ക് ഒക്കുന്നിടത്ത് പോലീസ് ഒക്കെ ഉണ്ട്. അത് ഉദ്യോഗസ്ഥരെ സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അവരുടെ നിരീക്ഷണത്തിന്റെയും എത്ര കുറ്റവാളികളെ പിടിക്കപ്പെട്ടാലും അവര് വീണ്ടും കുറ്റം ചെയ്യുന്നതായിട്ടും അതേ ജോലി തന്നെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ തൊട്ടടുത്ത് തന്നെ കിളിയല്ലൂരും അതേപോലെ തന്നെ ഇരവിപുരത്തും സ്റ്റേഷനുകളിൽ ഇതേണക്ക് ലഹരി കടത്തിയതിനെതിരെ കേസ് ഉള്ളതായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ പിടിച്ച SI നമ്മളോട് പറഞ്ഞത്. അതേപോലെ തന്നെ റെയിൽവേ പോലീസിനും അദ്ദേഹത്തിന് കേസുണ്ട്. അവർ മറ്റുള്ള നടപടികളായിട്ട് അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ വൻ വേട്ടയാണ്. ഒരു കൂസലുമില്ലാതെ സാധാരണ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകുന്ന കണക്കുള്ള ബ്രീഫ് കേസിനകത്ത് വന്നപ്പോൾ ആണ് ഈ പോലീസുകാർ അവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നിരുന്നത്. എന്തായാലും ഇതൊരു വലിയ ഒരു വേട്ട തന്നെയാണ് ഇന്ന് കൊല്ലത്ത്. ഈ കഞ്ചാവ് ഇത്രയും കഞ്ചാവുകൾ ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ വിഭാഗങ്ങളുള്ള ജനങ്ങളിലേക്കാണ് പോകുന്നത്. യാതൊരുവിധ മനുഷ്യത്വവും ഇല്ലാത്ത ഒരു കാഴ്ചയാണ് ഇത്തരം ലഹരി കടത്തുന്നവർ സ്വീകരിക്കുന്നത്. പക്ഷേ ഇന്ന് ലഹരി കടത്തിക്കൊണ്ടുവന്ന ആളെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ സമീപ പ്രദേശത്തുള്ളവരും കണ്ടത് വളരെ നിസ്സാരമായിട്ട് കൂളായിട്ട് അന്നും സംഭവിക്കാത്ത രീതിയിൽ ഞാനൊരു തെറ്റും ചെയ്തില്ല, എന്താണ് അതിൻ്റെ ഈ ലഹരി കടത്തുകൊണ്ടുള്ള സമൂഹത്തിനുണ്ടാകുന്ന വിപത്തിനെക്കുറിച്ചോ ഒന്നും ബോധേടല്ലാത്ത ഒരു വല്ലാത്ത ഒരു നിൽപ്പും പരിഹാസരൂപമായിട്ടുള്ള എനിക്കൊരു ശിക്ഷയും കിട്ടാൻ സാധ്യതയില്ല, എനിക്കിതൊരു കുറ്റമായിട്ടല്ലെന്നുള്ള നിൽപ്പാണ് ഈ കുറ്റവാളിയായിട്ടുള്ള ഈ അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുമെന്നാണ് ഇവിടെ കണ്ടുകൊണ്ട് നിന്നവരൊക്കെ നമ്മളോട് പറയുന്നത്. എന്തായാലും വൻ ലഹരി വേട്ടയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് കൊല്ലത്ത് അവർ കിട്ടിയ രഹസ്യ വിവരം അവർ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. ഈ കുറ്റവാളി ഇനിയും ഇത് നടത്താതിരിക്കാൻ ഇത്തരം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റം തന്നെ കഞ്ചാവുകൾ പോലുള്ള ലഹരികൾ വീണ്ടും കടത്താതിരിക്കാൻ വേണ്ടുന്ന ശിക്ഷാ നടപടികളുമായിട്ട് നിയമപാലകരും കോടതിയൊക്കെ അതിനാൽ ശിക്ഷ വിധിക്കട്ടെ.